ക്രിസ്മസ് ഡെക്കറാണ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പെറ്റ് ജാർ അല്ലെങ്കിൽ മേസൺ ജാർ വേണം. ഇത് പ്ലാസ്റ്റിക് ആണെങ്കിലും ഗ്ലാസ് ബോട്ടിലാണെങ്കിലും കുഴപ്പമില്ല, രണ്ടിലും ചെയ്യാൻ പറ്റും. പിന്നെ ഒരു മോഡ് പോഡ്ജും അല്ലെങ്കിൽ ഫെവിക്കോളും യൂസ് ചെയ്യാം. പിന്നെ കുറച്ച് എപ്സം സോൾട്ട് വേണം. സോ ആദ്യം നമ്മൾ ഈ മോഡ് പോഡ്ജ് ഗ്ലാസ് ജാറിൽ തേച്ച് കൊടുക്കാം. ഫെവിക്കോൾ ആണെങ്കിലും കുഴപ്പമില്ല, ഫെവിക്കോളും ആണെങ്കിലും മോഡ് പോഡ്ജ് ആണെങ്കിലും കുഴപ്പമില്ല. നമുക്കിതാദ്യം കുറച്ചിട്ടിട്ട് ഒരു ബ്രഷ് കൊണ്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഒരു സൈഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് എപ്സം സോൾട്ട് ഒരു പ്ലേറ്റിലോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ഷീറ്റിലോ പേപ്പറിലോ സ്പ്രെഡ് ചെയ്തിട്ടിട്ട് ഈ ഗ്ലാസ് ജാർ അതിൻ്റെ മേളിലോട്ട് ഉരുട്ടാം, അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ മേളിൽ ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. സോ ഇതാണ് എപ്സം സോൾട്ട്. ഇത് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ടൊന്ന് ജസ്റ്റ് കാണിച്ചതാണ്. സോ ഇത് ഞാനിപ്പോൾ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. ആദ്യം കുറച്ച് അങ്ങനെ ചെയ്തിട്ട് ഞാൻ പിന്നെ അതിനകത്ത് ഒന്ന് റൊട്ടേറ്റ് ചെയ്തെടുക്കും. സോ ഇതിപ്പം ഇങ്ങനെ അതിലൊട്ടി പിടിച്ചോളൂ നമ്മളത് ചെയ്യുമ്പോഴത്തേക്ക്. സോ ഇതുപോലെ നമുക്ക് ഈ ബോട്ടിൽ ഫുള്ള് ഈ മോഡ് പോഡ്ജ് അപ്ലൈ ചെയ്തിട്ട് ഈ എപ്സം സോൾട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സോ ഇതിപ്പോൾ ഞാൻ ഫുൾ ബോട്ടിൽ അങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഡ്രൈ ചെയ്യാൻ വെക്കാം. ഇനി എവിടെയെങ്കിലുമൊക്കെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് അങ്ങോട്ടൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്താൽ മതി. സോ ഇത് ഡ്രൈ ആകാൻ ഒരു 30 മിനിറ്റ്സ് മതി. അതിനുള്ളിൽ അത് ഡ്രൈ ആയിക്കോളും നല്ലോണം. സോ ഇതിപ്പം കുറച്ച് ഡ്രൈ ആയിട്ടുണ്ട്. ഇതൊരു 30 മിനിറ്റ്സിനുള്ളിൽ ഡ്രൈ ആയിക്കോളും. ഇനി നമുക്ക് ഇതിനു വേണ്ടി വേണ്ടത് കുറച്ച് മഞ്ചാടിക്കുരുവാണ്, അല്ലെങ്കിൽ ഇതിന് റെഡ് ലക്കി സീഡ്സ് എന്നും പറയാറുണ്ട്. പിന്നെ വേണ്ടത് സൈപ്രസ് ട്രീയുടെ ലീവ്സ് ആണ്. ഇത് നമ്മുടെയൊക്കെ വീടുകളിൽ കാണുന്നതാണ്. പിന്നെ കുറച്ച് ജൂട്ട് ത്രെഡും വേണം. പിന്നെ ഫെവിക്കോൾ. സോ ഇനി ആദ്യം എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതിനകത്ത് നമുക്ക് നല്ല കുറച്ച് ലീവ്സ് കട്ട് ചെയ്തെടുക്കാം ഈ കുറേ ബ്രാഞ്ചിൽ നിന്ന്. സോ ഞാനിപ്പോൾ ഒരു 3-4 ലീവ്സ് നല്ല ഷേപ്പ് നോക്കി എടുക്കുകയാണ്. സോ ഇത് അതിന് പെർഫെക്റ്റ് ലെങ്ത് ആണ്, അതുകൊണ്ട് അത് ആദ്യം ഒട്ടിക്കാൻ പോവാണ്. പിന്നെ അതേപോലത്തെ 2 സൈസ് കൂടെ സെലക്ട് ചെയ്യാൻ പോകും ഇതിനകത്തുനിന്ന്. സോ ഇതിനി നമുക്കൊരു ഫെവിക്കോൾ വെച്ചിട്ട് ഇവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഫെവിക്കോൾ അല്ലെങ്കിൽ സിലിക്കോൺ ഗ്ലൂവോ യൂസ് ചെയ്യാം. ഈ ലീവ്സ് ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് വേണ്ട ഡിസൈനിലോ ഷേപ്പിലോ അതിങ്ങനെ നമുക്കിവിടെ ഒട്ടിച്ചു കൊടുക്കാം. സോ ഇതിപ്പോൾ ലീവ്സ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ജൂട്ട് ത്രെഡ് വെച്ചിട്ട് കവർ ചെയ്യാൻ പോകണം. അപ്പോൾ ഇത് ഫുള്ള് ജാറിൻ്റെ മേൽവശം ഫുള്ള് ഈ ജൂട്ട് ത്രെഡ് കൊണ്ട് നമുക്ക് കവർ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതും ചേർത്ത് വേണം റൗണ്ട് ചെയ്യാനായിട്ട്. അപ്പോഴത്തേക്കും നമുക്കതൊരു ഫേം പൊസിഷനിൽ ഇരുന്നോളും. സോ ഇതിപ്പോൾ ഞാൻ ജൂട്ട് ത്രെഡ് ഫുള്ള് കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്.
സോ ഇനി ചെയ്യാൻ പോകുന്നത് ഈ മഞ്ചാടിക്കുരു എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ച് കൊടുക്കാൻ പോകണം. ഇങ്ങനെ സീഡ്സ് പോലെ ഒട്ടിച്ച് കൊടുക്കണം. സോ അത് നമുക്ക് ഏത് ഓർഡറിൽ വേണമെങ്കിലും വെക്കാം. ഞാൻ ചെറിയൊരു ഡിസൈനിലങ്ങ് ചെയ്യാൻ പോവാണ്. സോ അതിന് വേണ്ടിയിട്ട് സിലിക്കോൺ ഗ്ലൂ എടുത്തിട്ട് അതിലോട്ട് ഓരോ മഞ്ചാടിക്കുരു ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം. ഈ സിലിക്കോൺ ഗ്ലൂ യൂസ് ചെയ്യുമ്പം ചെറിയ ത്രെഡ്സ് പോലെ വരും അതിൽ. സാരമില്ല, നമ്മളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഊരിയെടുത്ത് മാറ്റിയാൽ മതി. സോ ഇതിപ്പോൾ ഞാൻ ബീഡ്സ് എല്ലാം ഒട്ടിച്ച് കൊടുത്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ മഞ്ചാടിക്കുരു മാത്രമാണ് ഇതിൽ യൂസ് ചെയ്തത്. നമുക്കല്ലെങ്കിൽ റെഡ് ബീഡ്സ് വേണമെങ്കിലും യൂസ് ചെയ്ത് കൊടുക്കാം. സോ ഇതിനകത്തോട്ട് നമുക്ക് ടീ ലൈറ്റോ അല്ലെങ്കിൽ ഫെയറി ലൈറ്റ്സോ ഇട്ട് കൊടുത്തിട്ട് കത്തിച്ച് കൊടുക്കാം. ഇത് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ഞാൻ മറ്റേത് യൂസ് ചെയ്യുന്നില്ല. ഫെയറി ലൈറ്റാണ് യൂസ് ചെയ്യുന്നത്, ബാറ്ററി ഓപ്പറേറ്റഡ്. മറ്റേതാണെങ്കിൽ പ്ലാസ്റ്റിക് ജാർ കത്താൻ സാധ്യതയുണ്ട്. സോ ഇതാണ് കംപ്ലീറ്റഡ് ലുക്ക്.